കേരളത്തിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ആമുഖങ്ങൾ ആവശ്യമില്ലാത്ത ഒരു ആരോഗ്യ പരിപാലന സ്ഥാപനം റിനൈ മെഡിസിറ്റി. കഴിഞ്ഞ 12 വർഷക്കാലമായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ റിനൈ മെഡിസിറ്റിയുടെ തലവനായി പ്രവർത്തിക്കുന്ന സിജോ വി ജോസഫാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. റിനൈ മെഡിസിറ്റിയുടെ വൈസ് പ്രസിഡന്റ്. സ്വാഗതം ഇൻസൈറ്റ്സിലേക്ക്. വളരെ നന്ദി. ഈ ഒരു ദശാബ്ദം എങ്ങനെയുണ്ട് റിനൈ മെഡിസിറ്റിയിലെ ഒരു പ്രയാണം? 12 വർഷക്കാലങ്ങൾ. 12 വർഷക്കാലമായി. ഇത് റിനൈ മെഡിസിറ്റി സ്റ്റാർട്ട് ചെയ്തത് 2012 ഏപ്രിലാണ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തത്. ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത് ജൂണിലാണ് 2012. ആദ്യം മുതൽ തന്നെ ഉണ്ടെന്ന് പറയാം. ആദ്യം മുതൽ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് ഈ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 5 ഡോക്ടേഴ്സും ഒരു ലെസ് ദാൻ 50 പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസ്, ഈ ഒരു ലെവലിലാണ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. 2019 നമ്മൾ ഓൾമോസ്റ്റ് 2000 ഔട്ട് പേഷ്യൻസിന് സർവീസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് വളർന്നു എന്നുള്ളതാണ്. ചെറിയ കാലം കൊണ്ട് അത്ര ഒരു വളർച്ചയുണ്ടായി. 7 വർഷത്തെ കാലയളവിൽ അത്രയും വളർച്ചയുണ്ടായി. ഇപ്പോൾ 2024 തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നമ്മൾ വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 2000 മുതൽ 2500 വരെ പേഷ്യൻസ്, ഔട്ട് പേഷ്യൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ സർവീസ് എടുക്കുന്നുണ്ട്. എത്ര ബെഡഡ് ഹോസ്പിറ്റലിൻ്റെ ഒരു സൈസ് എന്നുള്ള നിലയിൽ നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും പറയുക? ഈ ഹോസ്പിറ്റലിൽ നമ്മൾ വിഭാവനം ചെയ്യുന്നത് 500 ബെഡുള്ള ഒരു ഹോസ്പിറ്റലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മളൊരു 340ഓളം ബെഡ്സ് ഇപ്പോൾ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ബെഡ്സ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് മുകളിലേക്ക് പണിയാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനുള്ള പുരോഗതിയിലാണിപ്പോൾ. ഓപ്പറേഷൻ തിയേറ്റേഴ്സും അത്തരത്തിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 9 മേജർ ഓപ്പറേഷൻ തിയേറ്റേഴ്സും ഒരു 2 മൈനർ ഓപ്പറേഷൻ തിയേറ്റേഴ്സും, അങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇൻഫ്രാസ്ട്രക്ചർ. അത് റണ്ണിങ്ങിലാണ്, ഓൾറെഡി ഓപ്പറേഷനിലാണ്. ഓക്കെ. ഇത് കൊച്ചി നഗരത്തിലുള്ള ഒരു ആശുപത്രി എന്നുള്ള നിലയില്ല. പലപ്പോഴും ഹോസ്പിറ്റൽ ഒരു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ളത് അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ? നഗരത്തിൻ്റെ നടുക്ക് എന്നുള്ളത് ശരിക്കും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതിനെ കൂടുതൽ അഡ്വാൻറ്റേജ് ആക്കാനായിട്ടാണ് പരിശ്രമിച്ചത്. ഞങ്ങളുടെ ടാഗ് ലൈനിൽ തന്നെ ആക്സസിബിൾ എന്നുള്ള ഒരു വേർഡ് കൂടിയുണ്ട്. ഈ ആക്സസിബിലിറ്റിയിൽ ഒരു ഫാക്ടർ ഈ ഇൻ ദ സെൻറ്റർ ഓഫ് ദ സിറ്റി എന്നുള്ളത് അതിന് ചേർന്ന് പോകുന്നതാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടാനായിട്ട് റോഡ് മാർഗ്ഗമായാലും മെട്രോ മാർഗ്ഗമായാലും ഏത് മാർഗത്തിലായാലും ഇവിടേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് തന്നെ. എടപ്പള്ളിയിൽ നിന്നായാലും പാലാരിവട്ടത്തു നിന്നായാലും 2 സൈഡിൽ നിന്നും വളരെ വേഗത്തിൽ എത്താൻ കഴിയും എന്നുള്ളൊരു ഇതുണ്ട്. ഓക്കെ. ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഒരു എന്തൊക്കെ പ്രത്യേകതകളാണ് നമ്മളുടെ ഹോസ്പിറ്റലിന് പ്രത്യേകമായി എടുത്തു പറയാൻ കഴിയുന്ന എന്ത് ഇൻഫ്രാസ്ട്രക്ചർ മികവുകളാണുള്ളത്? ഈ ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ട്രെൻഡ് സെറ്റർ എന്ന നിലയിൽ തന്നെ പറയാൻ വേണമെങ്കിൽ. കാരണം ഈ 2012 ഈ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജനറലായിട്ട് നമ്മൾ ഈ സിറ്റിയിലുള്ള ഹോസ്പിറ്റലുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ നമ്മളെന്തോ കൺവെൻഷണൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു. ഈ ഹോസ്പിറ്റലാണ് ഒരു ഹോട്ടൽ ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഈ സിറ്റിക്ക് പരിചയപ്പെടുത്തിയത്. ഒരു സ്റ്റാർ ഹോസ്പിറ്റൽ. അതെ. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു, ഡിസഡ്വാൻറ്റേജും ഉണ്ടായിരുന്നു. കാരണം ഈ ഹോസ്പിറ്റലിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയാണ് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് വരാനായിട്ട്. കാരണം ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോസ്പിറ്റലിൻ്റെ ചാർജസ് അത്രയധികം കൂടുതലായിരിക്കും, സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും എന്നുള്ളതായിരിക്കും ജനത്തിൻ്റെ ധാരണ. പക്ഷേ
അത് നമ്മൾക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് ശരിക്കും നല്ലൊരു എഫേർട്ട് വേണ്ടി വന്നു. സത്യത്തിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതല്ലേ അതെ. ഈ ടാഗ് ലൈനിൽ പെട്ട അടുത്തൊരു കാര്യം അഫോർഡബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ എന്നാണ്. അഫോർഡബിൾ ആക്സസിബിൾ ക്വാളിറ്റി ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ള മറ്റ് കോർപ്പറേറ്റിൽ എന്ന് പറയപ്പെടുന്ന ഹോസ്പിറ്റലുകളിൽ ഒക്കെ തന്നെ ഫെസിലിറ്റീസ് നമ്മൾക്ക് അതേ ക്വാളിറ്റിയോടുകൂടി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേസമയം കമ്പാരിറ്റീവ് ടു ദ ചാരിറ്റബിൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ മറ്റ് ആ ലെവലിലുള്ള മീഡിയം ലെവലിലുള്ള ഹോസ്പിറ്റൽസിലേക്ക് അത് കോസ്റ്റ് ആ കോസ്റ്റിൽ അല്ലെങ്കിൽ അതിനേക്കാളും ഒരല്പം കൂടിയ കോസ്റ്റിൽ നമുക്കിതിന് മിഡിലായിട്ട് നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ അഡ്വാൻറ്റേജ്. ഇപ്പം നമ്മുടെ പൊസിഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ ലൈക്ക് അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസ് കൊടുക്കുകയും അതേസമയം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള തരത്തിലാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതെ. ഓക്കെ. ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് അത് ആദ്യം മുതൽ തന്നെ അത്തരത്തിലൊരു വിഷനോട് കൂടി ഈ ഒരു പൊസിഷനിങ് ആദ്യം മുതൽ തന്നെ ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു പൊസിഷനിങ്ങിലാണ് നമ്മൾ ഈ ഹോസ്പിറ്റലിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ അന്ന് നിലവിലുള്ള ആ ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും അധികം സഹായിച്ചതും ഈ പൊസിഷനിങ് ആണ്. ഈ റിനൈ മെഡിസിറ്റിയുടെ ഒരു മാനേജ്മെൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കി കഴിഞ്ഞാൽ ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ധാരാളം ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ടച്ച് ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ പറയുകയാണെങ്കിൽ റിനൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഏറ്റവും വലിയ ഹോട്ടൽ ഗ്രൂപ്പ്സിലൊന്നാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20ഓളം ഹോട്ടൽസുള്ള ഒരു ഗ്രൂപ്പാണ് റിനൈ, കേരളത്തിലെ പല ഭാഗങ്ങളിലായിട്ട്. അതിന് ആദ്യത്തെ ഒരു ഹെൽത്ത് കെയർ സംരംഭമാണിത്. അപ്പോൾ അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഹോസ്പിറ്റാലിറ്റി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ശരിക്കും വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ. അപ്പോൾ ആ ഒരു അപ്രോച്ച്, ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം തന്നെ നമ്മളുടെ സർവീസിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റാലിറ്റി കൂടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. എക്സാക്ട്. വേറൊരു വ്യത്യസ്തത റിനയിൽ പലപ്പോഴും തോന്നുന്നത്, ഇപ്പം പല ഹോസ്പിറ്റലുകളിലും ഹോസ്പിറ്റലിൻ്റെ പേര് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിംഗ് ഓർമ്മ വരാം, അല്ലെങ്കിൽ അവരുടെ പേരിൻ്റെ രീതി ഓർമ്മ വരാം. റിനയിൽ ഒരു കളർ കോമ്പിനേഷൻ കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന 2 കളേഴ്സ് ഉണ്ട്. എല്ലാവരും എടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ആ കളർ ബ്രാൻഡിങ് ഓഫ് ദ കളേഴ്സ് അത് വളരെയധികം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക് കളേഴ്സ് ഓറഞ്ച്, ഗ്രീൻ ആൻഡ് വൈറ്റ്, ഇതാണ് നമ്മൾ 3 കോമ്പിനേഷൻസ്. ടർക്കൈസ് ഗ്രീൻ ആണ് ആക്ച്വലി. നമ്മൾ ഈ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വളരെയധികം നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ എല്ലാ ബ്രാൻഡിങ്ങിലും അഡ്വർടൈസിങ്ങിലും എല്ലാം തന്നെ. ഈവൻ ഹോസ്പിറ്റലിനുള്ളിൽ ഞാൻ വന്നിട്ടുണ്ട്, അവിടെ സൈൻ ബോർഡ്സിനകത്ത് വരെ എക്സാക്ട്ലി. അപ്പോൾ ഓറഞ്ച് നമ്മൾ പ്രോമിനൻ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൻ്റെ ഒരു കൾച്ചറിലെല്ലാം ഒരു അങ്ങനെ ഒരു ബ്രൈറ്റ് കളേഴ്സ് ഒന്നും അന്നത്തെ കാലത്തൊന്നും ആരും യൂസ് ചെയ്തിട്ടില്ല. എല്ലാം സട്ടിൽ കളേഴ്സാണ് എല്ലാവരും യൂസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു വൈബ്രൻസി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവരിക ചെയ്തത് ഈ ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്നതിലൂടെ. കൂടാതെ നമ്മുടെ ആ ഒരു ലോഗോ ഉണ്ട്, ഒരു ഇൻസിഗ്നിയ ഉണ്ട്. ആ ഇൻസിഗ്നിയ പണ്ടെല്ലാം നമ്മൾ പറയണമായിരുന്നു ഇത് റിനൈ മെഡിസിറ്റിയുടെ ലോഗോ ആണെന്നുള്ളത്. ഇപ്പോൾ റിനൈ മെഡിസിറ്റി എന്ന് എഴുതാതെ തന്നെ ഈ ലോഗോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് റിനൈ മെഡിസിറ്റിയാണ്. ഈ ഓറഞ്ച് എന്നുള്ള കളർ ഒരു വൈബ്രൻസിക്ക് വേണ്ടി മാത്രം ചൂസ് ചെയ്തതാണോ, അതിന് വേറെ എന്തെങ്കിലും അർത്ഥം? ഓറഞ്ച് ആക്ച്വലി ഒരു പ്രോഗ്രസിൻ്റെ ലക്ഷണമാണ്. ഐ മീൻ ആ ഒരു സിഗ്നലാണ്. അതെ.
ഓക്കെ. അത്തരത്തിലൊരു പ്രോഗ്രഷൻ 12 വർഷത്തിനിടയിൽ റിനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കൊച്ചിയിൽ തന്നെ മറ്റു പല ഹോസ്പിറ്റലുകളിലും അഡ്വർടൈസ്മെൻറ്റ്സിലടക്കം പുതിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പറയാറുണ്ട്, റോബോട്ടിക്സിനെ കുറിച്ച് പറയാറുണ്ട്. ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ നമ്മളുടെ ഹോസ്പിറ്റലിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് ഇതിനെല്ലാം വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അപ്പോൾ അത് ഈ അഫോർഡബിലിറ്റി എന്ന് പറയുന്ന നമ്മളുടെ ക്യാരക്ടറിനെ എങ്ങനെ മാച്ച് ചെയ്തു പോകും? റോബോട്ടിക്സ് നമ്മൾ ഇതുവരെയും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. അതിനൊരു കാരണം തന്നെ നമ്മൾ ഈ അഫോർഡബിലിറ്റി ഒരു വിഭാഗത്തിന് മാത്രമാണ് ഈ റോബോട്ടിക്സ് ഇന്നത്തെ നിലയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോഴേക്കും ചിലപ്പോൾ ഫ്യൂച്ചർ റോബോട്ട്സ് കുറേ കൂടി അഫോർഡബിൾ ആയിട്ടുള്ള റോബോട്ട്സ് വന്നേക്കാം. എന്ന് വെച്ചാൽ 1-2 വർഷത്തിൽ അതിനുള്ള കുറേയധികം റിസർച്ചസ് നടക്കുന്നുണ്ട്. ഇന്ത്യൻ റോബോട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ആ ഒരു പാത്തിലേക്ക് തന്നെയാണ് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റോബോട്ട് പ്രൊക്യൂർ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷേ കുറച്ചുകൂടി പേഷ്യൻസിന്, പബ്ലിക്കിന് അഫോർഡബിൾ ആകുന്ന തരത്തിൽ സാങ്കേതികവിദ്യ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ. പലപ്പോഴും കണ്ടിട്ടുണ്ട് റിനെ മെഡിസിറ്റിയിൽ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ഈ അഫോർഡബിൾ ആകുക എന്നുള്ളത് കൊണ്ടായിരിക്കാം ചില ഓഫറുകൾ. ഇപ്പം നമ്മൾ സെയിൽസിലൊക്കെ ഓഫേഴ്സ് എന്ന് പറയുന്നുണ്ട്, ആ വാക്ക് തന്നെ തൽക്കാലം ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള ചില ഓഫറുകൾ റിനയുടെ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നമ്മൾ കൂടുതലും ഈ ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്കധികം ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ വളരെ തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്, അത്യാവശ്യം ഫുള്ളാണ്. ഓക്കെ. പക്ഷെ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഒരു ചാരിറ്റി പേർപ്പസ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അങ്ങനെയുള്ള ആസ്പെക്ട്സിലാണ് നമ്മളിതെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മളുടെ 10ാം വാർഷികത്തിനോടനുബന്ധിച്ച് നമ്മൾ കുറേ കിഡ്നി ട്രാൻസ്പ്ലാന്റ്സ്, മെഡിസിൻസിൻ്റെയും കൺസ്യൂമേഴ്സിൻ്റെയും കോസ്റ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കാർഡിയാക് സർജറീസ് ഇതുപോലെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയാലിസിസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഊന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ എത്ര ഓൾമോസ്റ്റ് ഫ്രീ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ? അപ്പോൾ മെഡിസിൻസിൻ്റെയും കൺസ്യൂമബിൾസിൻ്റെയും മാത്രം പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ പ്രത്യേകിച്ച് അതിൻ്റെ ചാർജസ് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ എത്ര ആൾക്കാരെ സെർവ് ചെയ്തിട്ടുണ്ടാവും? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 10ാമത് വാർഷികത്തോടനുബന്ധിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പറഞ്ഞു. അപ്പോൾ എത്ര ആൾക്കാരെ അങ്ങനെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും? നമ്മൾക്ക് ഇപ്പോൾ നിലവിൽ ഒരു 5-6 പേർക്ക് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ ഒരു പക്ഷേ ഇതിൻ്റെ പ്രൊസീജിയർ പാലിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പൈപ്പ് ലൈനിലും ഉണ്ടാകാം. അതെ അല്ലേ? ഓക്കെ. ശരി. ഒരു വിഷൻ കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണോ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നത്? തീർച്ചയായിട്ടും. നമ്മൾ ഈ നമ്മുടെ ഫൗണ്ടർ ചെയർമാൻ്റെ ഒരു വിഷൻ എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോസ്പിറ്റലിൽ എല്ലാ ജനങ്ങൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്ഥാപനമായിട്ട് വളരണം എന്നുള്ളതായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാൻ സാധിച്ചില്ല. അതിന് മുന്നേ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ അത് ഏറ്റെടുത്ത് അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ ലോകത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല കെയർ നമ്മളുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അത് നമ്മളുടെ ജനങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിൻ്റെ വിഷയം. അപ്പോൾ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റലിൽ ശ്രദ്ധിക്കുന്നത്? നമ്മൾ ഒരു ഹെൽത്ത് കെയർ സിനാരിയോയിൽ പറയുകയാണെങ്കിൽ നമുക്ക് പേഷ്യൻ്റ് സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് സേഫ്റ്റിക്ക് ഉതകുന്ന എല്ലാത്തരം കാര്യങ്ങളും, അത് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, എക്യുപ്മെൻ്റ് ആയിക്കോട്ടെ,
മറ്റ് എന്ത് കാര്യം ആയാലും അത് എല്ലാം തന്നെ നമ്മൾ യാതൊരു കോംപ്രമൈസും കൂടാതെ പ്രൊവൈഡ് ചെയ്യുകയാണ് നമ്മൾക്ക് ക്വാളിറ്റി മീൻസ് അഷ്യൂർ ചെയ്യുന്ന കാര്യങ്ങൾ. ശരിക്കും ഇപ്പം ഒരു ടെക്സ്റ്റൈലിൽ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ പോകുന്ന ആളാണ് കസ്റ്റമർ. ഒരു ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആരാണ്? ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഹോസ്പിറ്റലിലെ കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലുണ്ട്. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സുണ്ട്, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സുണ്ട്. അതിൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സാണ് നമ്മൾ കാണുന്ന ആൾക്കാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻസ്, അവരുടെ കൂടെ വരുന്ന ആൾക്കാർ, പബ്ലിക്, ജനറൽ പബ്ലിക്, ഇവരെല്ലാവരും തന്നെ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സാണ്. പക്ഷേ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം കൂടിയുണ്ട്. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്റ്റാഫ് തന്നെയാണ്. ഒരു സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത സ്റ്റാഫ് ഒരു ഇൻറ്റേർണൽ കസ്റ്റമറാണ്. അപ്പോൾ നമ്മളൊരു മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ഇൻറ്റേർണൽ കസ്റ്റമറിന് ഒരു മ്യൂച്വൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ എക്സ്റ്റേണൽ കസ്റ്റമറിന് കെയർ, ആ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ കാഴ്ചപ്പാട്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് HR എന്ന് പറയുന്ന സെക്ടറിൽ അത്യാവശ്യം നല്ല പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഹെൽത്ത് കെയറിൽ, നഴ്സിംഗിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈവൻ GNM കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ വിദേശത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കുക. അപ്പോൾ ക്വാളിറ്റി ബ്രെയിൻസ് നമുക്ക് ഇവിടെ നിന്ന് പോകുന്നില്ലേ? ഒരു മസ്തിഷ്ക ചോഷണം എന്ന് വർഷങ്ങളായി പറയാറുള്ള കാര്യം നഴ്സിംഗ് മേഖലയിൽ ഇപ്പോഴും ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് വളരെയധികം ശക്തമായിട്ട് വന്നത് ഈ കോവിഡ് അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലാണ്. നമ്മൾക്ക് കോവിഡ് കാലഘട്ടം വരെ അത്രയധികം ഒരു പ്രശ്നം ഈ ഇതിലുണ്ടായിരുന്നില്ല. അതേസമയം കോവിഡ് തുടങ്ങിയ പിന്നെ പുറം രാജ്യങ്ങളിലെല്ലാം തന്നെ ഒട്ടനേകം റിക്രൂട്ട്മെൻറ്റ്സാണ് നടക്കുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ കിട്ടുന്ന ശമ്പളവും മറ്റ് പുറം രാജ്യങ്ങളിൽ കിട്ടുന്ന ശമ്പളവും തമ്മിൽ വളരെയധികം അന്തരമുണ്ട്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് നമ്മൾക്ക് അത്രയും ശമ്പളം ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെയും ഒരു സ്വാഭാവികമായ ആഗ്രഹം കൂടുതൽ പൈസ ഉണ്ടാകണം, കൂടുതൽ വളരണം എന്നുള്ള രീതി. അപ്പോൾ ഇവരെല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ക്വാളിറ്റി മാൻ പവർ അത് തുലവും കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ക്വാളിറ്റി മാൻ പവർ ആക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂസ് ട്രെയിനിങ്സ് ആണ് ഇതിനാകെയുള്ളൊരു മാർഗം. അതെ. അപ്പോൾ നമ്മൾ നമ്മളുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ്സ് മാൻഡേറ്ററി ആണ്. ഓക്കെ, ഇത്ര അവേഴ്സ് ഓഫ് ട്രെയിനിങ് ഒരാൾ എടുത്തിരിക്കണം എന്നുള്ളത് ഒരു ബേസിക് മാൻഡേറ്റ് ആയിട്ട് തന്നെ വെച്ചിരിക്കും. അത് ഈവൻ അവരുടെ അപ്രൈസൽസിൽ വരെ അത് റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ പീരിയോഡിക്കൽ ടെസ്റ്റ്, പിന്നെ വൈവ്, അങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ അപ്രൈസലിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടാവും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് അപ്ഡേറ്റഡ് ആകാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്വയം അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പം അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കുക, അത് മാൻഡേറ്ററി ആക്കുക, അത് ടെസ്റ്റ് ചെയ്യുക, ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു മികച്ച HR-നെ റിലേയിൽ കീപ്പ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും.